ഇത് സ്വയംവര സിൽക്സ് ആൻഡ് കിസാൻ പീനട്ട് ബട്ടർ കോ പ്രസൻസ് ലെറ്റ്സ് റോക്ക് ആൻഡ് റോൾ. Blockbuster partner YG, co-powered by Dr. Moms, Kairali TMT, Cosmetic partner Dazzler Eterna, breakfast partner Eastern and electronic partner Pitapallil Agencies. കലു മാത്തോ പണ്ടുണ്ടല്ലോ വലിയൊരാള് പറഞ്ഞിട്ടുണ്ട്, അതാരാന്ന് ഞാൻ ഓർക്കുന്നില്ല. ഏത് പ്രേമിച്ച് പരാജയപ്പെട്ടേക്കണേ ഏതോ ഒരു മഹാനാണ് പറഞ്ഞേക്കണേ, ഒരു വട്ടമെങ്കിലും പ്രേമിക്കാത്തതിനേക്കാൾ നല്ലത് ഒരു വട്ടമെങ്കിലും പ്രേമിച്ച് പരാജയപ്പെടുന്നതാണെന്ന്. കേട്ടാ? അത് നിന്റെ പ്രേമം മൊത്തം പൊട്ടിയോണ്ട് നീ പറയുന്നത്. ഞാനൊരു കാര്യം പറയട്ടെ, ശരിക്കും അങ്ങനെ തന്നെയാണ് നല്ലത്. ഉള്ളില്ലേ ആ ഉള്ളിലുള്ള വേദനയുടെ കാര്യം എന്നറിയോ? ഈ പ്രാവശ്യം റോക്ക് ആൻഡ് റോളിലേക്ക് മത്സരിക്കാനായിട്ട് വന്നിരിക്കുന്നത് 3 കപ്പിൾസ് ആണ്. അതെ, പ്രണയാതുരായിട്ട് നിൽക്കുന്ന 3 കപ്പിൾസിനെയും റോക്ക് ആൻഡ് റോളിന്റെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അപ്പൊ എന്തായാലും റൈറ്റ് സൈഡിൽ ഒറ്റയ്ക്ക് ഒരാൾ നിൽക്കുന്നുണ്ട്. ഈ ആളെ ഏറ്റെടുക്കാനായിട്ട് ഏതെങ്കിലും പ്രേക്ഷകന് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റെടുക്കാമെന്ന് ഈ ഘട്ടത്തിൽ ഞങ്ങൾ അറിയിച്ചു കൊള്ളുന്നു. സുഹൃത്തുക്കളെ, ഒന്നാമത്തെ കപ്പിൾസിനെ കുറിച്ച് പറയാനാണെങ്കിൽ, ഒന്നാമത്തെ കപ്പിൾസിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് ഞാൻ അഭിമാനത്തോടു കൂടി ഒരു കാര്യം പറയട്ടെ. നമ്മൾ രണ്ടുപേരും, യുവകൃഷ്ണയും ഞാനും, ഒരു ഗുരുവിന്റെ ശിഷ്യന്മാരാണ്. ഒരു ഗുരുവിന്റെ ശിഷ്യനായിരിക്കും. പക്ഷേ ഇദ്ദേഹത്തെ ആ ഗുരു പഠിപ്പിച്ചത് ഏകദേശം 30 വർഷങ്ങൾക്ക് മുൻപായിരിക്കും. പക്ഷേ ഇദ്ദേഹത്തെ ഈ ഗുരു പഠിപ്പിച്ചത് വളരെ അടുത്തായിരിക്കും. തീർച്ചയായിട്ടും ചേട്ടൻ എന്നെ കേട്ട നല്ല പ്രായമുണ്ടല്ലോ. നമ്മൾ ഒരേ ചോരയല്ലേ? ഞാനൊരു കാര്യം പറയട്ടെ, യുവയുടെ ചെറുപ്പകാലം മുതൽക്കേ കാണാൻ തുടങ്ങിയതല്ലേ? അങ്ങനെ മാജിക് കാണിച്ചിട്ടാണോ മൃദുലനെ വീഴ്ത്തിയത്? മാജിക് ഫസ്റ്റ് കണ്ടപ്പോ തന്നെ ഒരു സംഭവം ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനൊന്നും ചെയ്തിട്ടില്ല കേട്ടോ, ഓരോന്ന് പറയാ. ഇല്ല, മൊബൈൽ ഫസ്റ്റ് കണ്ടപ്പോ തന്നെ എന്ത് സംഭവം ചെയ്യാ? എടാ യുവ, അങ്ങനെയല്ല, നീ ആ സംഭവം ചെയ്യരുതെന്ന് ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞല്ലേ ഫസ്റ്റ് കണ്ട പോയിട്ട്. ശ്രീരാമൻ വന്ദിത, നമസ്കാരം. നമസ്കാരം. ഈ 4ാം ക്ലാസ് മുതലേ ഈ ശല്യം പിന്നാലെ ഉണ്ടായിരുന്നെന്ന് കേട്ടല്ലോ, ഇത് സത്യമാണോ? സത്യത്തിൽ ആക്ച്വലി ഞാൻ അറിഞ്ഞിട്ടില്ല, അങ്ങനെ കുറെ പേരുണ്ടായിട്ടുണ്ട്. എനിക്ക് പക്ഷെ ആ ലിസ്റ്റിലൊന്നും മൂപ്പര് വന്നിട്ടുണ്ടായിരുന്നില്ല. മുന്നോട്ടേക്ക് വരാൻ ഒരു ബുദ്ധിമുട്ടുള്ള ആളായിരുന്നു. ഭയങ്കര ഷൈ ആയിരുന്നു. എത്ര വർഷം പ്രേമമായിട്ട് നിങ്ങൾ എത്ര വർഷം പ്രേമിച്ചു? കല്യാണം കഴിഞ്ഞ് 8 വർഷമായി, പ്രേമം അതിന് മുന്നേ ഒരു 4 വർഷം. അത് കേട്ടോ, കല്യാണം കഴിഞ്ഞിട്ട് 8 വർഷമായി. അടുത്ത ടീമിലേക്ക് പോവാം. ടീം സി, അർജുൻ ആൻഡ് സൗഭാഗ്യ, നമസ്കാരം. ഈ നിൽക്കുന്ന മനുഷ്യരുണ്ടല്ലോ, ഈ മനുഷ്യനെ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര തക്കുടു ആവയാണ്, ഭയങ്കര ക്യൂട്ടാണ് എന്നൊക്കെ ഒരുപാട് പെൺകുട്ടികൾ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ നമ്മൾ സാധാരണ ഒരു ഗുരുവിന്റെ അടുത്ത് പോയിട്ട് എന്തെങ്കിലും പരിപാടി പഠിക്കുവാണെങ്കിൽ നമ്മൾ ഗുരുദക്ഷിണ കൊടുക്കുമല്ലോ. പക്ഷെ ഈ ഗുരുവിന്റെ അടുത്ത് നിന്ന് മകളെ ദക്ഷിണ മേടിച്ച ആളാണ്. നമ്മളൊരു കാര്യം പഠിക്കുമ്പോഴേ നല്ലോണം പഠിക്കണം എന്നല്ലേ ടീച്ചർമാര് പറയുന്നത്. നല്ലോണം പഠിക്കാൻ ഒരു ഹെൽപ്പറായിട്ട് പിന്നെ ടീച്ചറിന്റെ മോളെ തന്നെ കൊണ്ടുവന്നു നമ്മൾ എപ്പോഴും പഠിക്കാമല്ലോ. അത് ആ സമയത്തെ താരചേച്ചിന്റെ മുഖം മറ്റേ സുരാജ് വെഞ്ഞ് അറിഞ്ഞോട്ടോ അല്ലെങ്കിൽ പഠിക്കണം. പക്ഷേ അപ്പൊ എന്തായാലും നമുക്ക് കളി തുടങ്ങിയാലോ? ആദ്യത്തെ റൗണ്ടിലേക്ക് നമ്മൾ കടക്കുകയാണ്. 3 കപ്പിൾ ഏറ്റുമുട്ടാനായിട്ട് പോകുന്നു ആദ്യത്തെ റൗണ്ടിൽ. ഈ റൗണ്ടിന്റെ പേര് ഇതാര്? വാര്യംപള്ളിയിലെ മീനാക്ഷി അല്ലയോ? ഇതാരാ? വാര്യംപള്ളിയിലെ മീനാക്ഷി അല്ലയോ? ഓക്കെ, പഠിക്കോ. ഗിരിയെന്നീക്കും നീരം നേയെന്ന പ്രാണ്ടേ കോഴകയുണ്ട പീതുരത്തീക്കും വേൺ വന്നേ ബല്ലശാൽ പോഞ്ഞാടും റീമാ. ഗീയരി നീക്കും നീരം നേയെന്ന പ്രാണ്ടേ കോഴകയുണ്ട പീതുന്ത ഈളാതീക്കും ബല്ലശാൽ പോഞ്ഞാടും റീമാ. മുത്തുപോലെ അവിടെ പോലെ പോലെ ആദ്യത്തെ വരി അവരവിടെ അമർത്തി, അവരുടെ സമയമാണ്. 10 അറിഞ്ഞോളാം. പിന്നെ 8 8 7 7 6 6 5 4 4 3 2 1. ഉദ്ദേശിച്ചത് മഞ്ഞ് പോലെ, മുത്തുപോലെ അല്ലേ? മഞ്ഞ് പോലെ.
അത് തെറ്റായിരുന്നു. അടുത്ത ചാൻസ് നിങ്ങൾക്ക്. ഒന്നുകൂടെ പറയട്ടെ. നിങ്ങൾ അമർത്തിയില്ല. നിങ്ങൾ അമർത്തിയില്ല. നിങ്ങൾ പറയും. പഠിക്കോ. 10. അല്ല, മുത്തുപോലെ മഞ്ഞുപോലെയല്ലേ ഉദ്ദേശിച്ചത്? അതല്ല. ഇനി അവിടെ കഴിഞ്ഞു, ഇനി ഇവിടെ ഉള്ളൂ. ഇപ്പം മുത്തും മഞ്ഞും പോയ സ്ഥിതിക്ക് ഇനി ബാക്കിയുള്ളത് മുല്ലയാണ്. ഓ, മുല്ല പോലെ അല്ല അത് അത് തെറ്റി. ശരിക്കും എനിക്ക് ഈ പാട്ട് കേട്ടിട്ട് തോന്നിയത് മലരിട്ട വസന്തത്തിൻ മഴവില്ലു മേനഞ്ഞുത്തരാ. എനിക്ക് അപ്പോഴേ തോന്നി. ഓ, ഞാനൊരു കാര്യം ചോട്ടെ, ഇത്രയും കേട്ടതിൽ എവിടെയെങ്കിലും ഒരു മഞ്ഞോ മഴയോ മുല്ലയോ എന്തെങ്കിലും നിങ്ങൾ കേട്ടായിരുന്നോ? മുല്ല പോലെ. ഓക്കെ, അടുത്ത പാട്ട്. ഡെവിയാടി കൂൻകർപ്പാൻ ഇമ്മാരം ടാക്കോ. മൃദുല. 10. 9 8 വേഗം തൊട്ട് തൊട്ട് വരുമോ കനവിൽ വരുമോ 5 4 3 തിരുമണി മതി. ഞാനൊരു കാര്യം പറയട്ടെ, ഇവനുണ്ടല്ലോ, ഇവൻ ക്രിസ്റ്റഫർ നോളന്റെ സിനിമയിലെ ക്യാരക്ടർ പോരാ. അവൻ ആദ്യം പറഞ്ഞ മുല്ലയല്ലേ, ആ മുല്ല വന്നത് ഇപ്പഴാ. ഓക്കെ, അപ്പൊ എന്തായാലും റോക്ക് ആൻഡ് റോളിന്റെ വേദിയിൽ ഇന്നത്തെ ക്രിസ്റ്റഫർ നോള നിങ്ങൾക്ക് വേണ്ടിയിട്ട്, എല്ലാ ക്രിസ്റ്റഫർ നോളമാർക്കും വേണ്ടിയിട്ട് അടുത്ത പാട്ട് വരുന്നുണ്ട്. റെഡി? നങ്ങുണയൊഴമാൽ മിത്ത നങ്ങുണ പിയൊഴ പൂ തരിളിത്തയുതലാൾവ ആണീവതമുടക്കൂ. മൃദുല 10 മുല്ല പോലെ തെറ്റിച്ച് 7 6 കറക്റ്റ് ആയിട്ട് പാടണം. 4 മഞ്ഞ് പോലെ 6 പോലെ അവൾ പഞ്ചവർണ്ണ പടവിൽ കുഞ്ചയത്തും കുളിരിൽ മുത്തുപോലെ മുളം തത്ത പോലെ മിന്നൽ പോലെ ഇളം എന്നൽ പോലെ കല്ലു, ഒരു കാര്യം ശ്രദ്ധിച്ചോ? ഇത് കഴിഞ്ഞ ദിവസം ഉണ്ടല്ലോ, വിസ്മയറാവിന്റെ വേദിയിൽ ഉണ്ണി മുകുന്ദൻ ഇവിടെ വന്ന് ഡാൻസ് കളിച്ചപ്പോ ഒരാളുടെ മുഖത്തുള്ള ഭാവം കണ്ടായിരുന്നു. അപ്പൊ ആ സമയത്തുണ്ടല്ലോ, കണ്ണീന്ന് പെരിയാറിന്ന് വെള്ളം ഒഴുകുന്ന പോലെ ഇങ്ങനെ ഭാവങ്ങൾ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. ഓഹോ, അതെന്താണെന്ന് ഇവിടെ അറിഞ്ഞിട്ട് പോയാൽ മതി. അടുത്ത ഷോ നമ്മൾ ഇങ്ങനെ പറയുന്ന സമയത്ത് ആൾക്കാരൊക്കെ വിചാരിക്കും ഞങ്ങൾ വെറുതെ ഒരു കുടുംബകലഹം ഉണ്ടാക്കാൻ വേണ്ടിട്ട് വെറുതെ നിങ്ങൾ തമ്മിൽ തല്ലിക്കാൻ വേണ്ടിട്ട് പറഞ്ഞതായിരിക്കില്ല. അല്ല, അങ്ങനെ ഇപ്പൊ ആൾക്കാർ ആരെങ്കിലും എന്നെ കുറിച്ച് അങ്ങനെ വിചാരിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ലല്ലോ. അത് മാത്രമല്ല, ഉണ്ണി മുഖത്തെ കൈ പിടിച്ച് പറഞ്ഞ നീ എന്റെ മുഖത്ത് നോക്കിയോ, ഞാൻ പറഞ്ഞുതരാം. ഉണ്ണിക്കറിയോ, ഉണ്ണിയെ കണ്ടുമുട്ടാനായിട്ട് ഞാൻ പല വഴികളും നോക്കിയിട്ടുണ്ട്. പലരും എതിർക്കാൻ ശ്രമിച്ചു. ഞാൻ എല്ലാ പ്രതിബന്ധങ്ങളും നേരിട്ടുകൊണ്ട് ഉണ്ണിയിലേക്ക് എത്താനായിട്ട് ശ്രമിച്ചു. സത്യം ഉണ്ണി. അവസാനം ഞാൻ ഉണ്ണിയുടെ അച്ഛനിലേക്ക് എത്തിയത് എന്ന് വരെ പറഞ്ഞതാണ്. ആ എപ്പിസോഡ് കണ്ടില്ലായിരുന്നല്ലേ? ഞാനത് റെക്കോർഡ് ചെയ്തിട്ട് ഒന്നുകൂടെ ഇവിടെ ഇട്ട് തരാം. നീ കാണാനിരിക്കുന്നതേ ഉള്ളൂ. ഞാനൊരു കാര്യം പറയട്ടോ, നമ്മളെ ഏറ്റവും കൂടുതൽ കളിയാക്കുന്ന ഇവരെയാണെങ്കിലും അവരുടെ കാര്യത്തിലാണ് കെമിസ്ട്രിയിൽ ഗംഭീരം. അടുത്ത പാട്ട്. മൂരങ്കല അപൂർണപാ നൂരാ കൺബോമുന ഗുജറാത്തി ഗുജറാത്തി കൽക്കല കെട്ടിയ മണവാട്ടി പെണ്ണാണ് ഞാൻ
പഞ്ചാബിയിലഞ്ചി സത്യത്തിൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ, പന്തിതൊക്കെ നന്നായിട്ട് കളിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു. നന്നായിട്ട് കളിക്കാനായിട്ട് വന്നപ്പോഴല്ലോ ഇവൻ അത് കോളാക്കി കളഞ്ഞു. ആദ്യം തന്നെ അല്ല, ഇങ്ങനെ പന്തിത കളിക്കാനായിട്ട് ഇങ്ങനെ വന്ന വഴിക്ക് അവൻ ഡപ്പങ്കൂത്താക്കി. മധു, ഇവിടെ ഏറ്റവും നന്നായിട്ട് ഈ പാട്ടൊക്കെ ഇട്ടപ്പോ ഡാൻസ് കളിക്കണം എന്നുള്ള ആഗ്രഹമുള്ള ടീമുണ്ട്. രണ്ടുപേരും തകർപ്പൻ ഡാൻസേഴ്സ് ആണ്. അത് മാത്രമല്ല, അവൻ ടിക്ടോക്കിലൊക്കെ അവരുടെ ഡാൻസിന് വെല്ലുന്ന ഡാൻസ് വേറെ ആരും കളിക്കില്ല. ഒരു മിനിറ്റ്, ഞങ്ങൾക്കൊന്ന് സ്ഥലം മാറാൻ പറ്റുമോ? ഞങ്ങളാണ് ശരിക്കും ടീം ബി ഇരിക്കുവാണ്. ഗംഭീരമായി മുന്നേറിക്കൊണ്ടിരിക്കുന്നു. ഇനിയിപ്പോ നമ്മള് പാട്ടിട്ട് കൊടുത്തിട്ട് വലിയ കാര്യമൊന്നുമില്ല. ടീം എ നമ്മൾ വിജയികളായി പ്രഖ്യാപിച്ചിരിക്കുന്നു. പക്ഷേ ഏറ്റവും ബെസ്റ്റ് ടീം എന്ന് വെച്ചാൽ ടീം സി ആണ്. നിങ്ങൾ ആദ്യം ഇങ്ങോട്ട് പണിഷ്മെന്റ് നമ്മൾ പ്രോത്സാഹന സമ്മാനം കൊടുക്കും. നമ്മൾ അതിന്റെ ആൾക്കാരാ. ഇനി നമ്മളൊരു പാട്ടിട്ട് തരും, അതാണ് നിങ്ങൾക്കുള്ള പ്രോത്സാഹന സമ്മാനം. അത് ഇവര് രണ്ടുപേരും പാടൂല, എന്നാലെങ്കിലും പാടും. ഈ മഴ പലയിട കളികളിര കാടിവിട പവച്ചു ഈ ജറമുനേരം പൂത്ത യുമിരു അയുഞ്ചരിപ്പ കിരുവക്കിൻവേ ചക്കണി മതച്ചുഴിയലം അവയിലണീവേ. പാട്. ഞാനും വരട്ടെ. പാട്ട് പാട്. ഞാനും വരട്ടെ അടുമേക്കാൻ കാടിനുള്ളിൽ. ഒരു പോയിന്റ്. ഈ അവസരത്തെ പത്തുകുട്ടിക്ക് നമ്മളെ എല്ലാ എന്തായാലും ടീം എ ഫസ്റ്റ് റൗണ്ട് കഴിയുമ്പോൾ മുന്നിട്ട് നിൽക്കുകയാണ്. പക്ഷെ ടീം ബിക്കും ടീം സിക്കും മുന്നേറാനുള്ള അവസരവുമായിട്ട് അടുത്ത റൗണ്ട് എത്തുകയാണ്. ഈ റൗണ്ട് എന്ന് പറഞ്ഞാൽ പ്രേക്ഷകരുടെ ഏറ്റവും പ്രിയപ്പെട്ട റൗണ്ടാണ്. ഇത്രയും തരിപ്പുള്ള റൗണ്ട് ടെലിവിഷൻ ചരിത്രത്തിൽ ഇത് ആദ്യം. അതെ. ഓ ഓ കിളിപ്പോയി, കിളിപ്പോയി. മാത്തു, മൃദുല രണ്ടാമത് യുവയെ കൊണ്ടുവന്നത് എന്തിനാണെന്നറിയാം? എന്തിനാ? ഈ സിംഹാസനത്തിൽ ഏൽപ്പിക്കാൻ വേണ്ടി മാത്രമാണ്. സത്യം പറഞ്ഞൊരു ശിക്ഷ കൊടുത്തതല്ലേ ഇത്? ഞാൻ വേറൊരു കാര്യം പറയട്ടെ, ഇല്യൂഷനിസ്റ്റ് ഒക്കെ ആണല്ലോ. ഈ ഇല്യൂഷൻ എന്ന് പറയുന്ന പരിപാടി മനസ്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു പരിപാടിയാണല്ലോ. ഇത് കഴിയുമ്പോ പുള്ളിക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റുമോ എന്തോ? അയ്യോ, അങ്ങനെയൊന്നും പറഞ്ഞില്ല. ഒന്നാമത്തെ പാട്ട്. മഞ്ഞണിക്കൊമ്പ്, മഞ്ഞണി മഞ്ഞണി മഞ്ഞണി, ആ മഞ്ഞണി, മഞ്ഞണി കൊമ്പിൽ. പറയട്ടെ. കസ്തൂരി നാഥ നീ വരും കാലൊച്ചകേ, നാഥ നാഥ നീ വരും. യാദവായ
മാധവനല്ല. യാദവ അതിന്റെ ബാക്കി പറ. യാദവ യാദവ തുമ്പീവ തുമ്പക്കുടത്തിൽ തുഞ്ചത്തായി ഊഞ്ഞാലിടാ. എനിക്കിതിന് ടൈം തരൂ കാണിക്കാൻ. തുമ്പീവ തുമ്പക്കുടത്തിൽ തുഞ്ചത്തായി ഊഞ്ഞാലിടാ. ആടിവാ കാറ്റേ ആടിവാ കാറ്റേ ആടിവാ കാറ്റേ പാടിവാ കാറ്റേ ആടിവാ കാറ്റേ ഓർക്ക പാടിയത്. ആടിവാ ആടിവാ കാറ്റേ പാടിവാ കാറ്റേ. കണ്ണും 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 തമ്മിൽ തമ്മിൽ കഥകൾ പാട്ട് കറക്റ്റ് പറഞ്ഞു. ചന്ദനത്തിൽ കടഞ്ഞേടു ചന്ദനത്തിൽ കടഞ്ഞെടുത്തൊരു സുന്ദരി. ചന്ദനത്തിൽ കടഞ്ഞെടുത്തൊരു സുന്ദരി. സിന്ദൂര സന്ധ്യ പറയൂ. സിന്ദൂര സന്ധ്യ സന്ധ്യ അതല്ല സന്ധ്യ സന്ധ്യ വൈകുന്നേരം കഴിഞ്ഞിട്ടുള്ള സന്ധ്യ. സിന്ദൂര സിന്ദൂര സന്ധ്യ പറയൂ. ശ്രീറാം പറ. വന്ദിത വാ. നീ മധു പകരു മലർച്ചൊരിയും. നീ മധു പകരു നീ മധു നീ മധു പകരു നീ മധു പകരു മധു പകരു നീ മധു പകരു. വേണം മേലാട വേണം പാവാട വേണം പാവാട വേണം പാവാട വേണം പാവാട വേണം മേലാട വേണം പഞ്ചാര. സ്വപ്നങ്ങളൊക്കെയും പങ്കുവയ്ക്കാം. സ്വപ്നം സ്വപ്നങ്ങൾ സ്വപ്നങ്ങൾ ഒക്കെയും 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 സ്വപ്നങ്ങളൊക്കെയും പങ്കുവയ്ക്കാം. ഒന്നുമില്ലാണ്ടടി. ചെമ്പരത്തി പൂവേ ചൊല്ല്. ഞാൻ ചെവിയിൽ വെച്ചോട്ടെ. ചെമ്പരത്തി പൂവേ ചെമ്പരത്തി പൂവേ ചെമ്പരത്തി 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 പൂവേ ചൊല്ല്. ഉണ്ണികളെ ഒരു കുട്ടി ഉണ്ണി ഉണ്ണി ഞാൻ ഉണ്ണി പറഞ്ഞു. ഉണ്ണികളെ ഉണ്ണികളെ
ഒരു കഥ പറയാം. അരികിൽ നീയുണ്ട്. അരികിൽ അരികിൽ ഒന്നും കൂടി അരി ചാത്തപ്പറ്റത്തെ അരിയാണോ? അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിൽ. അടിപൊളി. ഉണരുമീ ഗാനം. ഉണരുമീ ഉയിരേ ഉയിരേ ഉണരുമീ ഉണരൂ വേഗം ഉണരുമീ ഉണരുമീ ഗാനം. ഒളിച്ചിരിക്കാൻ വള്ളിക്കൂടിയിലൊന്നും ഒളിച്ചിരിക്കാൻ അക്ഷര വായ ഒളിച്ചു ഒളിച്ചു ഒളിച്ചിരിക്കാൻ ഒളിച്ചിരിക്കാൻ. കഴിഞ്ഞു വാ. ഞാൻ സ്പീച്ച് തെറപ്പിസ്റ്റ്, അപ്പൊ ലിപ് റീഡിംഗ് ലിപ് റീഡിങ് അതാണ് കൃത്യമായിട്ട് കിട്ടി. അടിപൊളി. അതാണ് അതാണ് കാര്യം. കാര്യം. മാത്തു ആ ടീമെ ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ടീമാണ്. കുറെ പ്രാവശ്യം വന്നിട്ടുള്ളതിന്റെ എക്സ്പീരിയൻസ് ഉണ്ട്. പുള്ളിക്കാരന് ഇത് തത്ത പറയുന്ന പോലെ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. യെസ്. ടീം ബി സ്പീച്ച് തെറാപ്പിസ്റ്റ് ആണ്. ലിപ്പിന്റെ എവിടെയെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അത് കണ്ടുപിടിച്ചോളും. അതെ, ടീം എയും ടീം ബിയും ആ കാര്യത്തിൽ അഗ്രഗണ്യമാരായിരുന്നു. അതെ. പക്ഷെ ഇതൊന്നും അറിയാൻ പാടില്ലാത്തൊരു ടീം അവരാണ് ഇനി ഇങ്ങോട്ട് മത്സരിക്കാനായിട്ട് വരുന്നത്. സൗഭാഗ്യ 30,000 എണ്ണി വെച്ചോ? Yes. എന്നാ വെച്ചപ്പ പ്രേക്ഷകർ കാത്തിരിക്കുകയാണ് നിങ്ങളുടെ ആ തരിപ്പ് കാണാൻ വേണ്ടി. നിങ്ങൾ അങ്ങോട്ടില്ല, നിങ്ങൾ ഇങ്ങോട്ട് വാ. ഹൃദയവനിയിലെ 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 അല്ല ഹൃദയവനിയിലെ ഹൃദയവനിയിലെ വനിയിലെ 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 ഹൃദയവനിയിലെ ഗായികയോ 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 ഹൃദയവനിയിലെ ഗായിക പാട്ട് പാടാറില്ല. ഓക്കെ ശരി. തങ്കത്തോണി തേന്മലയോരം കണ്ടേ തങ്കത്തോണി തങ്കത്തോണി ആ. ഒരു കണ്ടേ കാത്തു സൂക്ഷിച്ചൊരു കസ്തൂരി മാമ്പഴ കാക്കത്തെ പോയി കാത്തു സൂക്ഷിച്ചൊരു കസ്തൂരി മാമ്പഴം മാമ്പഴം കാത്തു കൊത്തിപ്പോയി കിളിച്ചുണ്ട മാമ്പഴം കാത്തു സൂക്ഷിച്ചൊരു കസ്തൂരി കാത്തു സൂക്ഷിച്ചൊരു കസ്തൂരി മാമ്പഴം. മറക്കുടയാൽ മുഖം മറയ്ക്കും മാനല്ല മറക്കൂടയാൽ മുഖം തങ്കത്തിങ്കൽ കിളിയായി കുറുക തങ്കത്തിങ്കൾ കിളിയല്ല മൂങ്ങയാ. തങ്കത്തിങ്കൾ കിളിയായി തങ്കത്തിങ്കൾ തങ്കത്തിങ്കൾ കിളിയായി കുറുക ആക്ഷൻ കാണിക്കേ. എന്തെങ്കിലും പറ. തങ്ങാടി തിങ്കൾ തിങ്കൾ ആ തിങ്കൾ കിളിയോ? അല്ല തങ്കത്തിങ്കൾ കിളിയായി ഫസ്റ്റ് വരി ഫസ്റ്റ് വരി. പത്ത് വരിയായിട്ട് ഡപ്പി നിർത്തി തങ്കത്തിങ്കൾ കിളിയായി കുറുക തങ്കത്തിങ്കൾ കിളിയായി. ബാക്കി കുറുക അറിയില്ല. അടിപൊളി വെച്ചത്. കഴിഞ്ഞു. ഒരുക്കോ. കല്ലു മധു ഞാനുണ്ടല്ലോ ഇവിടെ നീ മത്സരം കാണുന്ന സമയത്ത് നമ്മുടെ കുറച്ച് ആൾക്കാരൊക്കെ നമ്മുടെ ക്രൂവിലെ ആൾക്കാരൊക്കെ ഇവിടെ നിൽപ്പുണ്ടാവുമല്ലോ. ഏറ്റവും കൂടുതൽ ചങ്കിടിച്ചിട്ടുണ്ടാവുക നമ്മുടെ സാംസന്റെ ആയിരിക്കും. സാംസൺ എന്ന് പറയുന്ന ആളാണ് ഈ കസേര ഇവിടെ ഉണ്ടാക്കിയെടുത്തത്. ഓരോ തവണ എണീറ്റ് അതിന്റെ അത് ഇരിക്കുമ്പോൾ സാംസൺ. യെസ്. അപ്പൊ എന്തായാലും നമുക്ക് ഇവരെ പോഡിയത്തിലേക്ക് വിടാം. എന്നിട്ട് ഈ റൗണ്ടിലെ വിന്നർ ആരാണെന്നുള്ള കാര്യം അനൗൺസ് ചെയ്യണം. ഓക്കെ അങ്ങോട്ട് ചെന്നോളൂ.
ഇവരുടെ സമയത്തെ കുറിച്ച് വല്ല ധാരണയുണ്ടോ? എന്തിനത്? അല്ല, ഇവരുടെ സമയത്തെ കുറിച്ച്. ആ സമയം അതെനിക്ക് നല്ല ധാരണയുണ്ട്. 3 ടീമുകളും 3 മിനിറ്റിന്റെ അപ്പുറം നിർത്തിയിട്ടാണ് മത്സരം നിർത്തിയത്. 3 മിനിറ്റാണ് നമ്മൾ സമയം അനുവദിച്ചിരുന്നത്. പക്ഷെ 3 മിനിറ്റിന്റെ അപ്പുറത്തേക്ക് ഈ 10 പാട്ടുകളും പറയാനായിട്ട് ഇവർ സമയമെടുത്തു. 3 ടീമുകളും 10 പാട്ടുകളും പറഞ്ഞു. പക്ഷേ ഇതിൽ ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് ആ പാട്ടുകൾ കംപ്ലീറ്റ് ആക്കിയിരിക്കുന്നത് മറ്റാരുമല്ല, ABCDD. കല്ലു, എന്തായാലും 2 റൗണ്ടുകൾ അവസാനിച്ചിട്ട് നമ്മൾ 3ാമത്തെ റൗണ്ടിലേക്ക് കടക്കാനായിട്ട് പോവുകയാണ്. ഈ 3ാമത്തെ റൗണ്ടിലെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ റൗണ്ട് ഇന്ന് വരെ ഞങ്ങൾക്ക് പോലും അറിയാൻ പാടില്ല എന്താ പരിപാടി. നിങ്ങൾക്ക് വേണ്ടിയിട്ടൊരു പുതിയ റൗണ്ട് കൊണ്ടുവന്നിരിക്കുകയാണ്. അതെ, നിങ്ങൾക്ക് വേണ്ടി മാത്രം, നിങ്ങൾക്ക് വേണ്ടി മാത്രമുള്ള ഈ റൗണ്ടിന്റെ പേരാണ് വെച്ച കോയിന്റെ മണം. വെച്ച കോയിന്റെ മണം. കല്ലു, അപ്പൊ നമ്മുടെ ഭക്ഷണ സാമഗ്രികളൊക്കെ കൊണ്ട് എത്തിക്കഴിഞ്ഞു. ഇനി മത്സരത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. മത്സരം വളരെ സിമ്പിൾ ആണ്. ഒരാൾ അപ്പുറം നിൽക്കുന്നു, ഒരാൾ ഇപ്പുറം നിൽക്കുന്നു. എന്നിട്ട് ഒരാള് അവിടെ നിന്നും ഏറ്റവും ആദ്യത്തേത് ഇതായിരിക്കും. ഇവിടെ നിന്ന് ഞാനിവിടെ ഇങ്ങനെ സ്മെല് ചെയ്ത് നോക്കി, വേണമെങ്കിൽ ടേസ്റ്റ് ചെയ്ത് നോക്കി, ഇതെന്താണെന്ന് കണ്ടുപിടിച്ച് അപ്പുറം കണ്ണു കെട്ടി നിൽക്കുന്ന ആളുടെ അടുത്തേക്ക് ഇത് പറഞ്ഞു ഏൽപ്പിക്കാം. പറഞ്ഞു ഏൽപ്പിക്കുന്നത് ഒരിക്കലും ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞു ഏൽപ്പിക്കരുത്. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ചക്കരയാണെങ്കിൽ ചക്കര എന്നൊരിക്കലും പറയാൻ പാടില്ല. ചക്കരയ്ക്ക് പകരം നമ്മൾ പറഞ്ഞു കാണിക്കാം. കല്ലു, ഇതില്ലേ ഈ കരിമീൻ ഉണ്ടാക്കണേ? കരിമീൻ ഉണ്ടാക്കുന്ന പഞ്ചസാര. പഞ്ചസാരയല്ല, റേഷൻ കടയിൽ കിട്ടുന്നത്. റേഷൻ കടയിൽ പഞ്ചസാര കിട്ടൂലേ? അതല്ല, കിറ്റിൽ കിട്ടിയിട്ട് പ്രശ്നമില്ലേ? ഓ, ശർക്കര. അത് വെച്ച് പാട്ടുപാട്. ശർക്കര ചക്കര പന്തലിൽ തേൻ മഴ ചൊരിയും. എങ്ങനെയാണ് നമ്മുടെ മത്സരം? അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരു പണി ചെയ്യാം. ഈ ഏറ്റവും ഇപ്പുറത്ത് ഇവരുടെ ഒരു ശാരീരികാവസ്ഥ കണ്ടിട്ട് വിശപ്പ് കൂടാൻ സാധ്യത ടീം സിക്കാണ്. അവരെ തന്നെ നമുക്ക് ഏറ്റവും ആദ്യം കണ്ടു. മത്സരം ആരംഭിക്കുകയാണോ? ബാക്കിൽ കൈ കെട്ടും. നേരെ ഇങ്ങോട്ട് കുറച്ച് തിരിഞ്ഞോ, ഇങ്ങോട്ട് തിരിഞ്ഞോ. ഇതാണ് കറക്റ്റ് ഫ്രണ്ടിലും. ചേട്ടാ, നമ്മള് ചില ആണുങ്ങളെങ്കിൽ ഈ പേര് വിളിക്കും. ഒന്നിനും കൊള്ളൂലെന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഇവനാ നീ എന്നൊക്കെ നമ്മൾ ചോദിക്കൂലേ? ആ, പഠിക്കോ, പഴം വെച്ച പഠിക്കോ, പാടി കേട്ടോ. എന്താരോ മഹാനു പാവുലു പഴം വെച്ച് ഒരുപാട് പാട്ട്. ചേട്ടാ പാടാ, ഇഷ്ടംപോലെ പാട്ടുണ്ടോ ചേട്ടാ? പഴം വരട്ടെ, പഴം വരട്ടെ. എനിക്ക് നീ മതിയായിട്ടില്ലല്ലേ? ശരി, അപ്പൊ നടക്കുന്ന തീരുമാനമായി. അത് ഏതാണെന്ന് ഒന്ന് പറഞ്ഞു കൊടുക്കാം. പഴം തമിഴ് പാട്ടിരയും. ഇതാണ് പഴം വെച്ചുള്ള പാട്ട്. ഞാനൊരു കാര്യം പറയട്ടെ, ഈ ക്ലൂ പറയണേക്കാൾ മുമ്പ് എന്താ പറഞ്ഞത് ആദ്യം? ഞാനൊരു സത്യം പറഞ്ഞ് വിശ്വസിക്കൂ, എന്നാ എനിക്കത് ഓർമ്മയില്ല. പഴം പോലെ. അടുത്ത ക്ലൂ. അർജുൻ. അത് ഞാൻ അടിക്കുന്ന ബത്താടിയിലെ ഫേവറേറ്റ്. അയ്യോ, അതെനിക്ക് അറിഞ്ഞൂടാ. വേറെ അതായത് ഈ പാക്കറ്റിൽ വരുന്ന സംഭവമാണ് അത്. അത് ഒഴിച്ച് നമ്മള് ഡ്രൈ ഫ്രൂട്ടോ പാക്കറ്റിൽ വന്നതാ. മിക്സ് യൂസ് ചെയ്യണം. മിക്സ് ചെയ്യാ സോഡ. ക്രാൻബെറി. അതിന്റെ വേറൊരെണ്ണം ഉണ്ടല്ലോ, ക്രാൻബെറി. ഗോവ. അതെ, ഗോവന്നെ. പേരക്ക. പേരക്ക വെച്ച് പാട്ട് എന്താ ഇപ്പൊ? പേരക്ക വെച്ച് പാട്ടുണ്ടോ? അറിയോ പാട്ട്? എനിക്കറിഞ്ഞൂടാ. പാട്ട് കിട്ടുന്നില്ലെങ്കിൽ ആ പാട്ട് വെച്ചിട്ട് നമുക്ക് അല്ല, പാട്ട് പ്ലേ ചെയ്യാം. ആ പാട്ട് പ്ലേ ചെയ്യാം. ഇനി അടുത്തത് സൗഭാഗ്യം. ചേട്ടാ, ചേട്ടൻ മറ്റേ പെണ്ണിന് വാങ്ങിച്ചു കൊടുത്തത്, പ്രേമിക്കണ പെണ്ണിന്, അവർക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആ കവറൊക്കെ ചേട്ടൻ സൂക്ഷിച്ചു വെക്കുമായിരുന്നു. ചോക്ലേറ്റാ? ശരി, ചോക്ലേറ്റ് വെച്ച് പാട്ടാ? ആ, എനിക്കറിയാം.
വേണ്ട. ചേട്ടാ ആദ്യം പറഞ്ഞ വാക്ക് പോലെ ആയല്ലോ. എനിക്ക് ചോക്ലേറ്റ് വെച്ച് പാട്ട് എനിക്കറിയാം. എല്ലാവർക്കും അറിയാം ഇവിടെ, ബാക്കി എല്ലാവർക്കും അറിയാം. അർജുൻ ഒഴിച്ച് ബാക്കി എല്ലാവർക്കും അറിയാം. നമ്മൾ ഇത് അർജുൻ ഇതാണ് ഹിന്ദിക്കാരികളെ പ്രേമിച്ചുള്ള കുഴപ്പം. എന്നിട്ട് തമിഴത്തില്ലേ ഞാൻ കിട്ടിയത്. ചോക്ലേറ്റ് പോലെയുള്ള ഈരുണ്ട ജത്തി ഉപ്പിലിട്ട മാങ്ങ. ടീം സി പോഡിയത്തിലേക്ക് തിരിച്ചു പോകുന്നു. ടീം ബി എ ഇങ്ങോട്ട് വിളിക്കുകയാണ്. വായു. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ സാർ എന്താണെന്ന് പറഞ്ഞു കൊടുക്ക്. കടലിലുള്ള ഒരു ജീവിയാണ്. മീനാണോ? ആ, എന്ത് മീനായിരുന്നു? എന്ത് മീനാ? പുഴമീനാണ്, കടലിലല്ല. കടലല്ല. നെയ്മീൻ, ചെമ്മീൻ. വീട് കോട്ടയത്താണോ? ആ, കോട്ടയം പിന്നെ കോട്ടയം ഭാഗമാണ്. കോട്ടയംകാരന് പുഴമീന്റെ കടൽമീന്റെ ടേസ്റ്റ് മനസ്സിലായില്ലെങ്കിൽ ഉണ്ടല്ലോ. ഈ മീൻ വെച്ച് ഫേമസ് പാട്ട് പോലും ഉണ്ട്. അയില. എന്നാ പാട്ട് പാട്. അയില വറുത്തതുണ്ട്, കരിമീൻ പൊരിച്ചതുണ്ട്, വെച്ച നല്ല ചെമ്മീൻ കറിയുമുണ്ട്. ഓ, എന്റെ പൊന്നോ, ഈ മീൻ ഇതിനാണോ? ഈ പുഴമീനല്ലേ? മീനിലാണോ? ഒരു കയ്യബദ്ധം നാറ്റിക്കരുത്. എന്താണ് സംഭവം? ഇതെനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള. സത്യത്തിൽ നിനക്ക് കൊറോണയാണോ? നിനക്ക് ടേസ്റ്റ് അറിയാൻ പാടില്ലേ? എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ഏറ്റവും ഇഷ്ടമുള്ളത് ഞാൻ പരസ്യം വരെ ചെയ്തിട്ടുണ്ട്. ചായ. 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 ഇതൊരു നസീറിന്റെ മാതിരി. അല്ലേ? ആണോ? ആയിരിക്കും. ചായ. അറിയില്ല. 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 അറിയില്ല? അങ്ങനെ ആ പാട്ട് ഞങ്ങൾ പാടും. ആ, ചായക്കടക്കാരാ നിന്റെ ചായയില് ചിന്തമില്ല. അയ്യോ. സോറി, കേട്ടിട്ടേ ഇല്ല. പക്ഷേ അങ്കമാലി ഡയറീസിലെ പാട്ടായിരുന്നു. പോട്ടെ, അടുത്ത് കൊടുക്കാം. ഇത് എളുപ്പത്തിൽ കിട്ടും. ഇത് കിട്ടിയില്ലെങ്കിൽ തന്നെ ഇത് കിട്ടിയില്ലെങ്കിൽ കിട്ടില്ല. ഇത് നമ്മളെ വീട്ടിൽ ഇതിന്റെ ഒരു മരം ഉണ്ടായിരുന്നു, അത് വെട്ടിക്കാണ്. കോഴിക്കോട് ചന്ദനം. വീട്ടില് ഒരു മരം ഉണ്ടായിരുന്നു. ഇതിന്റെ ഒരു മരം ഉണ്ടായിരുന്നു, അത് വെട്ടി. മാങ്ങ. ആ, അതിന്റെ ഏറ്റവും ഇളയ, അല്ലേതോ? ഏറ്റവും ഇളയെന്ന് പറയുമ്പോ ഏറ്റവും ചെറുത്, നാലാമത്തെ അഞ്ചാമത്തെയോ? കണ്ണിമാങ്ങ പ്രായത്തിൽ. കണ്ണിമാങ്ങയല്ല. കണ്ണിമാങ്ങ അല്ല. അതിന്റെ വേറൊരു വേർഷൻ, വേറെ കളറുള്ളൊരു വേർഷൻ. കളർ, അതിന്റെ ഒരു കളർ വെച്ചിട്ട് മാങ്ങ മെൻഷൻ ചെയ്യില്ലേ? മാങ്ങയുടെ കളറ് ഇനീഷ്യലി എന്തായിരിക്കും? നീല. ശരിയോ? ആ, മാങ്ങയും. പിന്നെ നീലമാങ്ങ. പിന്നെ നിലമാങ്ങ. ആ, നിലമാങ്ങയുടെ മാങ്ങ. പച്ചമാങ്ങ. ആ, പാട്ട് പാട്. പച്ചമാങ്ങ, പച്ചമാങ്ങ. ഹേയ്, ഹേയ്. നാട്ടുമാവിലെ മാങ്ങ. സത്യത്തിലുണ്ടല്ലോ, സത്യത്തിൽ ഇവക്ക് ബുദ്ധി കുറവാണ്. അതാണ് നിന്നെ കെട്ടിയത്, അല്ലെങ്കിൽ നിന്നെ ഒരിക്കലും കെട്ടില്ല. വൗ, കൺഗ്രാറ്റുലേഷൻ. ഇനി വരാൻ പോകുന്നു ഏറ്റവും കൂടുതൽ കെമിസ്ട്രി ഉള്ള താരമെന്ന് ഫസ്റ്റ് റൗണ്ടിൽ വിളികയിപ്പിച്ച ടീം എ. വരട്ടെ. എടാ, ഈ സെഗ്മെന്റിന്റെ പേര്, ഈ സെഗ്മെന്റിന്റെ പേര് കോഴി. ആ, കോഴി വെച്ച് കൊള്ളാലോ നീ. കോഴി. ഓ, ഒരു കോഴിക്ക് മാത്രമേ ഈ പാട്ട് ഇത്ര പെട്ടെന്ന് പാടാൻ പറ്റൂ. സാരമില്ല, ഇതൊക്കെ ഞാൻ സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എടുത്തോളാം. ശരി ശരി ശരി. അടുത്ത യുവ. ഓക്കെ.
മൃദുല, എന്തോ നമ്മള് കടയിൽ നിന്നൊക്കെ മേടിക്കുന്നതിന്റെ കൂട്ടത്തിൽ ഒരു സാധനം കിട്ടുമല്ലോ. ആ ഞാൻ പറയാം, ഇങ്ങനെ ഒരു ബക്കറ്റ്, മഞ്ഞ ബക്കറ്റ്. ഇങ്ങനെ ഒരു കൊലക്കകത്ത് കുറെ സാധനം കാണുമല്ലോ. മുന്തിരിയോ? ആ യെസ്, മുന്തിരി. ബാ 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 ബാ. മുന്തിരി തന്നെയല്ലേ? ആ മുന്തിരി തന്നെ. പാട്ടോ? ആ ഫേമസ് പാട്ട് എവിടെ? ഇഷ്ടം പോലെ പാട്ടുണ്ട്. ഇഷ്ടം പോലെ പാട്ടുണ്ട്. ഏട്ടന് കിട്ടിയോ ഏട്ടാ? ഇല്ല. ഏട്ടന് കിട്ടിയോ പാട്ട്? ഏട്ടനെ കിട്ടിയില്ല. പകുതി 50-50. ഷെയർ ഉണ്ടോ? ഷെയർ ഉണ്ടോ? കച്ചവടം ഉറപ്പിച്ചു. ഷെയർ തരാം. സുല്ല് സുല്ലെന്ന് പറ. സുല്ല് പറയട്ടെ. ടൈപ്പോ അല്ലെങ്കിൽ ടൈപ്പോ സുല്ല്, സുല്ല്. മുന്തിരി പാട്ടിയതാ അല്ലെങ്കിൽ മുന്തിരി പടം ആ, ഈ പാട്ടായിരുന്നു ഞങ്ങൾ കണ്ടുപിടിച്ച പാട്ട്. ഞാനും. പക്ഷെ ഉണ്ടല്ലോ പുള്ളിക്ക് സണ്ണി ലിയോൺ വഴി പോയി. മുന്തിരി. പ്രായത്തിന്റെയാ. അടുത്ത ആരാണ്? ശരി, മൃദുല. അടുത്ത ഞാൻ. മൃദുല. കുമ്പളങ്ങ. ഏട്ടാ, എനിക്ക് വീട്ടിൽ ആകപ്പാടെ ചെയ്യാൻ അറിയാവുന്ന ഒരു സംഭവമാണിത്. മടി പിടിച്ചിരിക്കുക. വീട്ടിലും ചിരണ്ടി കൊടുക്കും, ചിരണ്ടി കൊടുക്കും, ചിരണ്ടി കൊടുക്കും. തേങ്ങ. ആ, ആ അതിന് വേറൊരു വാക്ക്. ആ തേങ്ങ വെച്ച് മാത്രം പാട്ട് ആലോചിക്കണ്ട. നാളികേരത്തിന്റെ Wow. എനിക്കൊരു നാഴിയിടങ്ങഴി മണ്ണുണ്ട്, ഒരു നാഴിയിടങ്ങഴി മണ്ണുണ്ട്, അതിൽ നാരായണ കിളിക്കോലു പോലുള്ളൊരു നാലുകാലോലം പുരയുണ്ട്. സ്വന്തം ഏജിലുള്ളൊരു പാട്ട് കിട്ടി കഴിഞ്ഞപ്പോ കല്ലൂരിന്റെ ആവേശം അതിന് ഏജിനെ പറ്റി എന്ത് പറയാൻ? റെഡി. സൗണ്ട് കേൾപ്പിക്കരുത്. അത് തന്നെ. പൊട്ടുന്നോ? കപ്പലണ്ടിയാണോ? നല്ല മധുരമുണ്ട് സാധനം. മധുരമുണ്ടോ? ആ നമ്മൾ ആക്ച്വലി സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ടൊക്കെ യൂസ് ചെയ്യും. കുഞ്ഞു പിള്ളേർക്കൊക്കെ കൊടുക്കും. വായിലൊക്കെ ഇങ്ങനെ വെച്ച് ക്രിസ്റ്റൽ ആയിട്ടൊക്കെ വരും. ചില കട്ടിയായിട്ടും വരും. ഏട്ടാ, എന്താ ഏട്ടാ അത്? അതിന്റെ ഫസ്റ്റ് ഒക്കെ നമ്മള് റോഡിലോട്ടൊക്കെ ഇറങ്ങി കഴിഞ്ഞാൽ താഴെയൊക്കെ കാണാൻ പറ്റും കുറെ. കാറ്. അത് തന്നെ. റോഡിന്റെ സൈഡിൽ എന്തോ കിടക്കും. ആ അതാണ് അതിന്റെ ഫസ്റ്റ് വാക്ക്. കല്ല് മിഠായോ? എന്നെ കൊല്ല്. കൽക്കണ്ട്. പാട് രണ്ടുപേരും കൈയടിച്ച പാട്ട് പാടണം. കൽക്കണ്ടം ചുണ്ടിൽ കർപ്പൂരം കണ്ണിൽ. ഞാനൊരു കാര്യം പറയട്ടെ, ഇങ്ങനെ ഒരു പാട്ട് നിങ്ങൾക്ക് രണ്ടുപേർക്കും അറിയാവുന്ന ഒരു പാട്ടുണ്ട്. കേട്ടിട്ടില്ലേ നീ? ഇല്ല. ശരി, ഇനി മൃദുല. അടുത്ത സാധനം. ഒരു തരം വെള്ളമാണ്. ഒന്നുകൂടി. ഒരു തരം വെള്ളം. വെള്ള കളർ വെള്ളമാണ്. അപ്പൊ നാരങ്ങ വെള്ളം. ഓ, വെള്ള. പ്യൂർ വൈറ്റ്. പ്യൂർ വൈറ്റ് ആണ്. അത് ഇങ്ങനെ കണ്ട് എന്റെ കണ്ണ് കെട്ടിയേക്കല്ലേ. ഓടാ അണ്ണാന്ന് വിളിച്ചോ, ആണ്ട് വേറെ വിളിപ്പിക്കരുത്. അതെ, വെള്ള കളർ വെള്ളം. അപ്പം മറ്റേ തേങ്ങ വെള്ളം. ഏട്ടാ, പശുവിന്റെ അകിടിന്ന് വരുന്ന സാധനം മനസ്സിലാക്കി കളഞ്ഞല്ല. പാലാഴി. ആ പാട്ട് പാടാമോ? പാട്. തീരം കണ്ടു ഞാൻ, സ്നേഹത്തിനാഴം കണ്ടു ഞാൻ. അടിപൊളി. അപ്പൊ എന്തായാലും 5 എണ്ണം നമ്മൾ മുൻപിൽ വെച്ചു. അതിൽ 4 എണ്ണവും ഇവര് ഗംഭീരമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ റൗണ്ടിന്റെ വിന്നറായിട്ട് നിസ്സംശയം തെരഞ്ഞെടുക്കാം ടീമേ. പക്ഷേ ഉണ്ടല്ലോ, ടീമെ വിജയിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ കയ്യടി മുടക്കുന്നത് ആരാ? ടീം സി. വരാൻ പോകുന്നത് അവസാനത്തെ റൗണ്ടാണ്. അതെ, ഈ റൗണ്ട് ഏറ്റവും പ്രിയപ്പെട്ട റൗണ്ടുകളിൽ ഒന്നാണ് പ്രേക്ഷകരുടെ. ഈ റൗണ്ടിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഈ റൗണ്ടിന്റെ പേര് ജോസഫേ കുട്ടിക്ക് മലയാളം അറിയാം. ജോസഫേ, 6 കുട്ടിക്ക് മലയാളം അറിയാം.
അനസ്തേഷ്യ. ഹലോ അനസ്തേഷ്യ, എന്താണ് ഈ മുടിക്ക് പറ്റിയത്? What happened to your hair? I'm too lazy to wash it, brush it, again wash it, again brush it. അനസ്തേഷ്യ, ഇത് ബ്രഷ് ചെയ്യണം, വാഷ് ചെയ്യണം, ബ്രഷ് ചെയ്യണം, വാഷ് ചെയ്യണം. അതാണ് മുറിച്ച് കളഞ്ഞാൽ പിന്നെ ക്ലീൻ ആയില്ല. അനസ്തേഷ്യ, അനസ്തേഷ്യ, ready? Let's do it. yeah. Okay. Pula sul pula namba bam. Punara pam pararam pam pam dagaram dagarim. Ragam terane. Chimpamile. Ula da dam da Ula da dam da dam da പാട്. ഉല്ലാസപൂത്തിരികൾ ആണോ? ഉല്ലാസപ്പൂത്തിരികൾ കണ്ണിലണിഞ്ഞവളെ, ഉന്മാദത്തേനലകൾ ചുണ്ടിലണിഞ്ഞവളെ. ജോ, അടുത്ത പാട്ട് ഇട്ടു കൊടുക്കും. Puripalam. ഞങ്ങളുടെ ഭാഷയിൽ ഇതിനെ സെങ്കൂർണിക്ക ബ്രവത്തുൽ ഓഫ് ഡബ്ലോപതി എന്ന് പറയും. Oh my god. മൈക്കോട് അതിലില്ല. Bye. ഹലോ. It's so fast. Oh yeah. ചെണ്ടക്കൊരു കോലുണ്ടട മണ്ടക്കൊരു കൊട്ടുണ്ടട ചൊല്ലിപ്പടി തല്ലിപ്പടി താളം. തക്കിടതി 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 താ. ശരി, നെക്സ്റ്റ് സോങ്. Caridore hey para burehum pare baraba pulam da pulam pulam telem telem badam കൂട്ടി നിന്ന് വീട്ടിൽ വന്ന പൈകിളിയൽ അപ്പൊ 3 ടീമിനും ഓരോ പോയിന്റ് വീതമായിരിക്കാണ്. 1-1-1. അടുത്ത പാട്ട് നെക്സ്റ്റ് സോങ്. സൗഭാഗ്യ. ചെട്ടിക്കുളങ്ങരെന്നാണ് ഞാൻ കേട്ടത്. അല്ല, പിന്നെ ടീം എ ടീം ബി മാത്രമേ ചാൻസ് ഉള്ളേ. ഓണമില്ലെന്നെ കാണാൻ ചെപ്പും കാറ്റേ കാറ്റേ ചിങ്കിടക്കം. ഓക്കെ, റെഡി, അടുത്ത പാട്ട്. മാനേ
പാട്. മാനേ മധുര കരിമ്പേ മാനേ മധുര കരിമ്പ് മലപ്പുറം ഏറ്റവും അവസാനത്തെ ചോദ്യം ഇതാണ്, ഫൈനൽ ചോദ്യം. ഈ ചോദ്യത്തിന്റെ ഉത്തരം പറയുന്നത് ആരാണോ അവരാണ് റെഡി. ലാസ്റ്റ് പാട്ട്, വിധി നിർണ്ണയിക്കുന്ന പാട്ട്, ഫൈനൽ സോങ്. ഒന്ന് തീ വേണം. ഗോപാലാജിത സദ്ഗുണഗേശി നമ്മുടെ സ്വന്തം ചങ്ക് രണ്ടാമത്തെ പ്രാവശ്യം ഇതിനകത്ത് നിന്ന് ജയിച്ചു പോവല്ലേ? അല്ല, ആദ്യം തോറ്റ. പോയ അപ്പൊ ആദ്യത്തെ പ്രാവശ്യം തോറ്റ് തുന്നമ്പാടി പോയെങ്കിലും രണ്ടാമത്തതിൽ ഇതാ വിജയശ്രീ ലാളിതയായിരിക്കും. 5,45,000 രൂപ. ഇത് സ്വയംവര സിൽക്സ് ആൻഡ് കിസാൻ പീനട്ട് ബട്ടർ കോ പ്രസൻസ് ലെറ്റ്സ് റോക്ക് ആൻഡ് റോൾ. ബ്ലോക്ക്ബസ്റ്റർ പാർട്ണർ മൈജി, co-powered by Dr. Moms, Kairali TMT, കോസ്മെറ്റിക് പാർട്ണർ ഡാസ്ലർ, എറ്റേണ, ബ്രേക്ഫാസ്റ്റ് പാർട്ണർ ഈസ്റ്റേൺ ആൻഡ് ഇലക്ട്രോണിക് പാർട്ണർ Pitapalli Agencies.